പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഒരു വലിയ വയോധികനാണെന്നും അദ്ദേഹത്തിന് ഏജിങ്ങിൻ്റെ പ്രായാധിക്യത്തിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടെന്നും അദ്ദേഹം രോഗബാധിതനാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് പ്രായാധിക്യം ബാധിച്ചിട്ടുണ്ട് എന്ന്. 82 വയസ്സായി. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്നാൽ പ്രായാധിക്യം മാത്രമല്ല, അദ്ദേഹത്തിന് മറവി രോഗം കൂടി അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള അതിഗൗരവമായിട്ടുള്ള ഒരു സംശയമാണ് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഉന്നയിക്കാനുള്ളത്. മറവി രോഗം, അൽഷൈമേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്. അൽഷൈമേഴ്സ് രോഗമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു മറവി രോഗം ബാധിച്ചോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിട്ടുണ്ട്. അത് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ മനോരമയിൽ ഒരു വാർത്തയുണ്ട്. ഗവർണർ DGPയെ വിളിച്ചു വരുത്തിയ നടപടി വിമർശനവുമായി പ്രതിപക്ഷം. ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് പിണറായി വിജയൻ. സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി നിർദ്ദേശം നൽകിയ സംഭവത്തിൽ ഗവർണറെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷം. എക്സിക്യൂട്ടീവിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മറികടന്ന് പോലീസ് മേധാവിയെ ഗവർണർ വിളിച്ചു വരുത്തിയത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആയ പിണറായി വിജയൻ ആരോപിച്ചു. ആരാണ് കേരളം ഭരിക്കുന്നതെന്ന ചോദ്യവുമായി DYFI രംഗത്തെത്തി. ഇപ്പോൾ കാലടി സർവകലാശാല ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ വാർത്ത. അപ്പോൾ ഇതാണ് വാർത്ത. അതായത് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ വിളിച്ചു വരുത്തിയ നടപടി ജനാധിപത്യ വിരുദ്ധം. ഇതാണ് പിണറായി വിജയൻ പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ വാർത്ത വായിച്ചപ്പോഴാണ് പിണറായി വിജയനും മറവി രോഗം ബാധിച്ചോ എന്ന് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ ആധികാരികമായി തന്നെ മനസ്സിലാക്കിയത് പിണറായി വിജയൻ ഇപ്പോഴത്തെ അതെന്താണ് അതിൻ്റെ കാരണം എന്നും കൂടി നമ്മൾ നോക്കണം. അതായത് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറും സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായിട്ട് ഡോക്ടർ സിസ തോമസിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാലടി സർവകലാശാലയിൽ വെച്ച് SFIയുടെ ഈ കുട്ടിക്കുരങ്ങന്മാർ അവരെ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോകളെല്ലാം പുറത്തു വന്നിരുന്നു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. അപ്പോൾ ആ വിമർശനത്തിൻ്റെ ഭാഗമായി ഇക്കാര്യത്തെക്കുറിച്ചിട്ട് വളരെ ഗൗരവമായി സംസാരിക്കാൻ വേണ്ടി ഗവർണർ ആർലേക്കർ DGP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖറെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി എന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി മനസ്സിലാക്കിയ കാര്യം വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവർണർ ശ്രീ ആർലേക്കർ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് DGP റവാഡ ചന്ദ്രശേഖരെ ഫോണിൽ വിളിച്ച് തൻ്റെ ശക്തമായ അതൃപ്തി അറിയിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി വിളിച്ചു വരുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണല്ലോ പിണറായി വിജയൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിണറായി വിജയൻ്റെ ഭരണകാലത്തേക്ക് നമ്മളൊന്ന് പോകണ്ടേ സുഹൃത്തുക്കളെ? പിണറായി വിജയൻ്റെ ഭരണകാലത്ത് BJPയുടെ 2 ഗവർണർമാരാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇരുന്നിട്ട്. ഒന്ന് നേരത്തെ ഇരുന്ന, ഇതിന് തൊട്ട് മുമ്പിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം 5 വർഷം ഇരുന്നു. അതിനുശേഷമാണ് ആർലേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗവർണർ അധികാരമേറ്റത്. ഈ 2 സമയത്തും, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമയത്തും ആർലേക്കറുടെ സമയത്തും ഈ DGP ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുന്ന സംഭവങ്ങൾ പല തവണ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പം അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് ഇതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയപ്പോൾ, അങ്ങനെ വിളിച്ചാൽ കുറേ തവണ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനെ വിളിച്ചാൽ പോകേണ്ടതില്ല എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനെ തുടർന്ന് അവർ പിന്നീട് പോയില്ല. അങ്ങനെ നിർദ്ദേശം നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഗവർണറും പിണറായി വിജയൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരുമായിട്ടുണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും കൊണ്ടാണ് അന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ലോക് ഭവനിൽ പോയി ആരിഫ് മുഹമ്മദ് ഖാനെ കാണണ്ട എന്നുള്ള തീരുമാനം അന്നെടുത്തത്. എന്നാൽ ആർലേക്കർ എന്ന് പറഞ്ഞ ഗവർണർ വന്നതിന് ശേഷം അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്.
ഞാൻ ലോക്ഭവനിൽ തന്നെ ആധികാരികമായി മനസ്സിലാക്കിയത്, ഈ പുതിയ ഗവർണർ അധികാരത്തിലേറ്റതിന് ശേഷം DGPയും ചീഫ് സെക്രട്ടറിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഒരുപാട് തവണ ഒരു ഡസനോളം തവണയെങ്കിലും ഗവർണർ അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചീഫ് സെക്രട്ടറിയെ പലതവണ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, DGPയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, പല വകുപ്പ് സെക്രട്ടറിമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്, പല മന്ത്രിമാരോടും അവർ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മന്ത്രിമാരവിടെ പോയി കണ്ടിട്ടുണ്ട്. ഇതൊന്ന് വിദ്യാഭ്യാസ മന്ത്രി, നിയമമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുതിയ ഗവർണർ ആറിലേക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ പോയി കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പിണറായി വിജയന് ശരിക്കും മറവി രോഗമില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊക്കെ പിണറായി വിജയൻ ഓർത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ DGPയെ വിളിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പിണറായി വിജയൻ പറയില്ലായിരുന്നു. ശരിക്കും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ പോയി കാണരുതെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെടാൻ കാരണം അന്ന് അവർ തമ്മിലുണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള സ്പർദ്ധയും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഐക്യമില്ലായ്മയും കൊണ്ടാണ്, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ഇപ്പം ഈ ഗവർണറുമായിട്ട് പിണറായി വിജയൻ്റെ കാലത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ തർക്കങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഈ ഉന്നത ചീഫ് സെക്രട്ടറി മുതൽ DGP മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്രയോ തവണ ഗവർണറുടെ അടുത്ത് പോയി ഗവർണറെ കണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, അതൊക്കെ പിണറായി വിജയൻ മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ ഈ പറഞ്ഞ പോലെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, പിണറായി വിജയൻ രോഗത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, പിണറായി വിജയൻ്റെ ഓർമ്മയ്ക്ക് പോലും പ്രശ്നമുണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ള നിലയിലേക്ക് കൂടി കാര്യങ്ങൾ മാറി എന്ന് നമുക്ക് കാണണ്ടേ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്ക്. നമ്മൾ പിണറായി വിജയൻ ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ്റെ പ്രായമാണ്, 80 വയസ്സ് കഴിഞ്ഞിരുന്നു. പഴയ പോലെ നടക്കുന്നതിനൊക്കെ തന്നെ, കാല് വെക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളുള്ളത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ മൊത്തത്തിലുള്ള ശരീരഭാഷയിലും ഈ പ്രായാധിക്യത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണ് പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുന്നത്. ആ പാടെ പത്രസമ്മേളനത്തിലൊക്കെ അനങ്ങുന്നത് മുഖത്ത് ചുണ്ട് മാത്രമാണ്, മുഖത്തെ പേശികളൊന്നും അനങ്ങുന്നില്ല. അത് സ്വാഭാവികമാണ്. കാരണം പ്രായം കൂടിക്കഴിഞ്ഞാൽ മുഖത്തെ പേശികളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അനങ്ങണം എന്നില്ല. എന്ന് മാത്രമല്ല, പത്രസമ്മേളനങ്ങളിലൊക്കെ ആരൊക്കെയോ എഴുതി കൊടുത്ത എന്തൊക്കെയോ വന്നിരുന്നിട്ട് വായിച്ചിട്ട് പോവുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നിയമസഭയ്ക്കകത്തുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ബാലഗോപാൽ വന്നിട്ട് LOP ഒന്ന് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് കുത്തി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിന് ഞാൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയൻ അങ്ങനെയൊന്നും പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ, പിണറായി വിജയൻ്റെ ചലനാത്മകയുടെ പ്രശ്നങ്ങൾ, പിണറായി വിജയൻ്റെ ശരീരഭാഷയുടെ പ്രശ്നങ്ങൾ, പിണറായി വിജയൻ്റെ മുഖത്തെ പേശികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരിട്ട് പിണറായി വിജയൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല പിണറായി വിജയൻ്റെ പ്രശ്നങ്ങൾ. പിണറായി വിജയൻ്റെ പ്രശ്നങ്ങൾ ആരോഗ്യത്തിൻ്റെയോ രോഗത്തിൻ്റെയോ മേഖലയിൽ നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിയെയും തലച്ചോറിനെയും ഒക്കെ ബാധിച്ചോ എന്ന് തോന്നിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കാലത്ത് ഡസൻകണക്കിന് തവണ ചീഫ് സെക്രട്ടറി, തൻ്റെ കാലത്ത് ഒരുപാട് തവണ DGP, തൻ്റെ കാലത്ത് ഒരുപാട് തവണ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, മാത്രമല്ല നിയമമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഗവർണറെ തൻ്റെ ഭരണകാലത്ത് പോയി കണ്ട കാര്യം പിണറായി വിജയൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ ചിന്താശേഷിയെയും തലച്ചോറിനെയും ഒക്കെ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയന് മറവി രോഗമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരില്ല സുഹൃത്തുക്കളെ. യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തനിക്ക് ആവശ്യമുള്ള ഒരാളെ വൈസ് ചാൻസലറായി നിയമിക്കണം എന്ന് പറയാൻ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 1-2 പ്രാവശ്യം ആറിലേക്കറെ കാണാൻ പോയത് നമുക്ക് മറക്കാൻ പറ്റുമോ? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് തൻ്റെ വേണ്ടപ്പെട്ട ആളും അഴിമതിക്കാരനുമായിട്ടുള്ള സജി ഗോപിനാഥിനെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ തന്നെ 1 അല്ല 2 തവണ
ആർലേക്കർ എന്ന് പറഞ്ഞ ഗവർണറെ കാണാൻ പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം മറന്നിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഗവർണർ DGPയെ വിളിച്ചു വരുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിണറായി വിജയന് പൊതുവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, പിണറായി വിജയൻ്റെ ചിന്താശേഷിയെപ്പോലും, പിണറായി വിജയൻ്റെ ഓർമ്മയെപ്പോലും പിണറായി വിജയൻ്റെ പ്രായാധിക്യം ബാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഈ പിണറായി വിജയൻ്റെ പുതിയ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.